പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെപ്പോഴെങ്കിലും എന്തെങ്കിലും പുതിയതായി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അയ്യോ എനിക്കിതൊന്നും കഴിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അമ്മു എന്നൊരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ്. അവൾക്ക് വലിയൊരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവളുടെ പേടിയും സംശയവും അവളെ എപ്പോഴും പിന്നോട്ട് വലിച്ചു. എന്നാൽ ആ പേടിയെ തോൽപ്പിച്ച് അമ്മു എങ്ങനെയാണ് ഗ്രാമത്തിലെ ഏറ്റവും മിടുക്കിയായ ഒരു കളരിപ്പോരാളിയായി മാറിയതെന്ന് നമുക്ക് കണ്ടാലോ? ശരീരത്തിന്റെ ശക്തിയേക്കാൾ വലുത് നമ്മുടെ മനസ്സിന്റെ ശക്തിയാണെന്ന് അമ്മു നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ അമ്മുവിന്റെ കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറല്ലേ? വരൂ, നമുക്ക് ഗ്രാമത്തിലെ ആ പഴയ കളരിമുറ്റത്തേക്ക് പോകാം. ഗ്രാമത്തിലെ പഴയ കളരിക്ക് പുറത്തുനിന്ന് ഉള്ളിലെ അഭ്യാസങ്ങൾ കൗതുകത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു അമ്മു. ഓരോ ചുവടും ഓരോ താളമായിരുന്നു. അവൾക്കും ആയോധനകല പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തന്റെ മെലിഞ്ഞ ശരീരവും പേടിയും അവളെ പിന്തിരിപ്പിച്ചു. എനിക്കിതൊന്നും കഴിയില്ല, അവൾ സ്വയം പറഞ്ഞു. അന്നു വൈകുന്നേരം വീട്ടിലെത്തിയ അമ്മു കളരിയിൽ കണ്ട ചില ചുവടുകൾ തനിയെ പരീക്ഷിച്ചു നോക്കി. പക്ഷേ പെട്ടെന്ന് തന്നെ കാൽ തെറ്റി അവൾ തറയിൽ വീണു. അവളുടെ മുട്ടിൽ ചെറിയ പോറലേറ്റു. സങ്കടത്തോടെ അവൾ ആലോചിച്ചു, ഞാൻ എന്തിനാണിതു പരീക്ഷിച്ചത്? എനിക്കൊരിക്കലും ഒരു വീരയാകാൻ കഴിയില്ല. അമ്മുവിന്റെ മുത്തച്ഛൻ മാധവൻ ദൂരെ നിന്നിതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം പണ്ടാ ഗ്രാമത്തിലെ വലിയൊരു കളരി ഗുരുക്കളായിരുന്നു. അദ്ദേഹം പതുക്കെ അവളുടെ അരികിലെത്തി. അവൾ എഴുന്നേൽക്കാൻ സഹായിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, എന്താ അമ്മു, നീ തോറ്റുപോയോ? അമ്മു സങ്കടത്തോടെ തലതാഴ്ത്തി. മാധവൻ അവളുടെ തോളിൽ കൈവച്ചു പറഞ്ഞു, മോളെ, വീഴുന്നത് തോൽവിയല്ല, വീണിടത്തുനിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ തോൽവി. ശക്തി നമ്മുടെ ശരീരത്തിലല്ല, മറിച്ച് നമ്മുടെ മനസ്സിലാണുണ്ടാകേണ്ടത്. നീ നിന്നെ തന്നെ വിശ്വസിക്കണം. അടുത്ത ദിവസം മുതൽ മുത്തച്ഛൻ അവളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അവർ പറമ്പിലെ തെങ്ങിൻതോപ്പിൽ ഒരു ചെറിയ പരിശീലന സ്ഥലം ഒരുക്കി. ഒരു ചെറിയ മുളന്തണ്ട് കൈയിലേന്തി അമ്മു തന്റെ ആദ്യത്തെ ചുവട് വച്ചു. മുത്തച്ഛൻ ഓരോ നീക്കവും ശ്രദ്ധയോടെ അവൾക്ക് കാണിച്ചുകൊടുത്തു. ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക, അദ്ദേഹം മന്ത്രിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. കഠിനമായ വെയിലത്തും മഴയത്തും അമ്മു തന്റെ പരിശീലനം തുടർന്നു. പലപ്പോഴും അവൾക്ക് ക്ഷീണം തോന്നി, കാലുകൾ വേദനിച്ചു. പക്ഷേ മുത്തച്ഛന്റെ വാക്കുകൾ അവൾക്ക് കരുത്ത് നൽകി. ഓരോ ചുവടിലും അവൾ കൂടുതൽ ഉറപ്പുള്ളവളായി മാറി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ പേടിയല്ല, നിശ്ചയദാർഢ്യമായിരുന്നു. ഗ്രാമത്തിലെ ഉത്സവത്തിന് കളരിപ്പയറ്റ പ്രദർശനമുണ്ടെന്ന് മുത്തച്ഛൻ അറിയിച്ചു. അമ്മു, നീ തയ്യാറാണ്, നിന്റെ കഴിവ് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സമയമായി, അദ്ദേഹം പറഞ്ഞു. പെട്ടെന്ന് അമ്മുവിന്റെ ഉള്ളിൽ ഒരു ചെറിയ പേടി ഉടലെടുത്തു. അത്രയും ആളുകളുടെ മുന്നിൽ തനിക്ക് നന്നായി ചെയ്യാൻ കഴിയുമോ എന്നവൾ സംശയിച്ചു. ഉത്സവ ദിവസം എത്തിച്ചേർന്നു. ഗ്രാമത്തിലെ എല്ലാവരും വലിയ കളരിക്ക് ചുറ്റും കൂടി. അമ്മു ചുവന്ന കച്ചകെട്ടി തയ്യാറായി നിന്നു. അവളുടെ ഹൃദയം വേഗത്തിലിടിക്കുന്നുണ്ടായിരുന്നു. ദൂരെ നിന്ന് മുത്തച്ഛൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി അവൾക്ക് വലിയൊരു ആശ്വാസമായി. പ്രദർശനം ആരംഭിച്ചു. അമ്മു കളരി തറയിലേക്ക് ഇറങ്ങി. ചുറ്റുമുള്ള ബഹളങ്ങളെല്ലാം അവൾ മറന്നു. മുത്തച്ഛൻ പഠിപ്പിച്ചുകൊടുത്ത ഓരോ ചുവടും അവൾ കൃത്യതയോടെ ചെയ്തു. ഒരു പുലിയുടെ വേഗതയോടെ അവൾ വായുവിൽ ചാടി. അവളുടെ ഓരോ നീക്കവും കാണികളെ അത്ഭുതപ്പെടുത്തി. അവൾ തന്നിൽ തന്നെ വിശ്വസിച്ചു. പ്രദർശനം കഴിഞ്ഞപ്പോൾ വലിയ കയ്യടികളാണ് ഉയർന്നത്. മുത്തച്ഛൻ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ അമ്മു, നിനക്ക് സാധിക്കുമെന്ന്, അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു. തനിക്കെന്തും സാധിക്കുമെന്ന് അമ്മു അന്ന് തിരിച്ചറിഞ്ഞു. പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഏതൊരു സ്വപ്നവും കീഴടക്കാമെന്ന് അവൾ ലോകത്തിന് കാട്ടിക്കൊടുത്തു.